BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമുക്കറിയാം 23-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വരികയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തിന് നൽകിയ ഉറപ്പാണ് BJPയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്താൽ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അദ്ദേഹം അവതരിപ്പിക്കും എന്ന് നൽകിയത്. ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. 45 ദിവസം എടുത്തിട്ടില്ല. കേവലം മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് 27 ദിവസം പിന്നിടുമ്പോൾ ആ വാക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്ത വാക്ക് ശ്രീ നരേന്ദ്രമോദിയും നടപ്പാക്കാൻ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം 23-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തും. അതിനുശേഷം ഒരു ഔദ്യോഗിക പരിപാടി, റെയിൽവേ നേതൃത്വം കൊടുക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയും ചില ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും ഒക്കെ നടക്കുന്നുണ്ട്. അത് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത്. ആ പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഔദ്യോഗിക പരിപാടി നടക്കും. അതിനെ തുടർന്ന് 11 മണിയോടുകൂടി BJPയുടെ പരിപാടിയിൽ മോദിജി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരു 1,00,000 പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനത്തിലാണ് നരേന്ദ്രമോദിജി എത്തുക. അദ്ദേഹം വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം, റോഡ് ഷോ എന്ന നിലയിൽ BJP പ്രവർത്തകർ തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. ആ സ്വീകരണത്തെ തുടർന്നാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുക. അതിനുശേഷം പാർട്ടിയുടെ ഈ 25,000-ഓളം വരുന്ന പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.